മീഡിയ സ്റ്റഡീസ്, VWalk, മെഡിക്കൽ ആപ്പ്, നഴ്സിംഗ് ഡിപ്ലോമ, പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മികച്ച ആശുപത്രികളിലും ഫാർമസികളിലും പരിശീലനം. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് പ്രത്യേകാനുകൂല്യങ്ങൾ. കൂടാതെ ഓൺലൈൻ ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്. 9800 വനിതകൾക്ക് ജോലി നേടിക്കൊടുത്ത വടക്കാഞ്ചേരിയിലെ 28 വർഷത്തെ പാരമ്പര്യമുള്ള അംഗീകൃത സ്ഥാപനം. +2 തോറ്റവർക്കും ജയിച്ചവർക്കും പ്രവേശനം. ശ്രീകൃഷ്ണ കോളേജ് ഫോർ ഹെൽത്ത് കെയർ ആൻഡ് മീഡിയ സ്റ്റഡീസ്, ഓട്ടുപാറ ബൈപ്പാസ് ജംഗ്ഷൻ, അറേബ്യൻ മെഡിക്കൽസിന് സമീപം, അറേബ്യൻ ടയേഴ്സിന് മുകളിൽ. 2026 പരിപാടിയിലെ വിദ്യാഭ്യാസം, കായികം, സാമൂഹിക പ്രതിബദ്ധതയിലും നേട്ടങ്ങൾ കൈവരിച്ച മിടുക്കരായ വിദ്യാർത്ഥിനികളെ ആദരിക്കുന്ന ഈ വേദി അവരുടെ പരിശ്രമത്തിന്റെയും മാതാപിതാക്കളുടെയും ഗുരുനാഥന്മാരുടെയും അർപ്പണബോധത്തിന്റെയും അംഗീകാരമാണ്. ഇന്നത്തെ ഈ മികവ് 2026 പരിപാടിയിലേക്ക് എല്ലാവർക്കും മഹത്തരമായി സ്വാഗതം. ഈ മികവ് 2026 പരിപാടി അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ പയ്യന്നൂർ എല്ലാവരും കൊടുത്തു കഴിഞ്ഞിട്ട് നേരെ കയ്യിൽ പോവാൻ തീരുമാനിച്ചത് ഭാഗമായിട്ടാണ് എഴുതി പോയി. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ അവിടെ ഇന്നോട്ടെ എന്നതല്ല. ഏതായാലും നിങ്ങൾ വിദ്യാഭ്യാസ രംഗത്തും മറ്റു പല രംഗത്തുമെല്ലാം മികച്ച വിജയം നേടി പഴയവരുടെ അഭിമാനം കാത്ത പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഇനിയും ഉയരങ്ങൾക്ക് എത്തിച്ചേരണം. എൻ്റെ പ്രസിഡന്റ് ആഗ്രഹിച്ചപ്പോൾ പറഞ്ഞ പോലെ ഈ സമൂഹം വലിയ തോതിലാണ് നിങ്ങളെക്കുറിച്ചുള്ള ആ വിജയത്തിൻ്റെ പുറകിലുള്ള പ്രതീക്ഷകൾ. ഇന്നലെ വരെ നിങ്ങളാരും അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. നിങ്ങളുടെ രക്ഷിതാക്കളും അധ്യാപകർ മാത്രമാണ് ഒരുപക്ഷെ ശ്രദ്ധിച്ചിട്ടുള്ളൂ. ഇനി മുതൽ ഈ ഒരു സദസ്സിലേക്ക് കയറി വന്നപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കും. ഇത് ഇന്നാളുടെ മകളല്ലേ അന്ന് പഞ്ചായത്തിലെ അവാർഡ് മേടിച്ചത്, ഇപ്പം ആ കുട്ടി എങ്ങനെ പോകുന്നു, ഇപ്പം ആ കുട്ടിയുടെ എന്തെല്ലാം പഠിക്കണം എന്ന ഓരോ നീക്കങ്ങളും ഇനി സമൂഹം നിങ്ങളെ ശ്രദ്ധിക്കും. അപ്പം അങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട മറ്റു ചില കാര്യങ്ങളുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് നിങ്ങൾ മികച്ച രീതിയിൽ പഠിക്കുന്ന തെളിവാണ് ഈ നിരത്തി വെച്ചിട്ടുള്ള സാധനങ്ങൾ. പക്ഷെ അത് ഇനി ഈ മികവ് ജീവിതത്തിലെമ്പാടും കൊണ്ടു നടക്കാനുള്ള പ്രധാനം. പഠിച്ച് നമുക്ക് നേടാൻ കഴിയും. പഠിക്കാതെ നമുക്ക് നേടാൻ ഒരു കാര്യങ്ങൾ കോമൺ സെൻസ്, അതുകൂടെ നമുക്ക് നല്ല നിലയ്ക്ക് നിങ്ങൾ മനസ്സിലാക്കി തരണം. അതൊരു സമൂഹം നിങ്ങളെ വെച്ചിട്ട് പ്രതീക്ഷയാണ്. നിങ്ങൾ നല്ല സ്ഥാനത്തെത്തിപ്പെടണം. ആ കുട്ടിയും എൻ്റെ ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസ മേഖല വളരെയധികം മത്സരാധിഷ്ഠിതമായി മാറിയിരിക്കുകയാണ് എന്ന് നമുക്കെല്ലാം അറിയാം. പണ്ട് 10ാം ക്ലാസ്സിൽ ഫസ്റ്റ് ക്ലാസ് ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് 210 മാർക്ക് കിട്ടിയാൽ ജയിച്ചു, 360 മാർക്ക് കിട്ടിയാൽ മിടുക്കനായി അതായിരുന്നു. ഇന്നതന്നെ എല്ലാവരും ഫുൾ A+ അല്ലേ? അപ്പോൾ വളരെ മത്സരാധിഷ്ഠിതമായി വിദ്യാഭ്യാസ മേഖല. 10ാം ക്ലാസ് ഫുൾ A+. ഇഷ്ടപ്പെട്ട വിഷയം കിട്ടാൻ നമുക്ക് പ്രയാസപ്പെടുകയാണ്. +2 അഡ്മിഷൻ, +2ലും അതുപോലെ തന്നെ എല്ലാവരും ഫുൾ A+ പഠിക്കുന്നു. പിന്നീട് നമ്മൾ +2 കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇഷ്ടപ്പെട്ട വിഷയത്തിലേക്ക്, ഐച്ഛിക വിഷയത്തിലേക്ക് നമ്മൾ തരംതിരിക്കുകയാണ്. ഒന്നില്ലെങ്കിൽ എഞ്ചിനീയർ, അല്ലെങ്കിൽ മെഡിസിൻ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മേഖല. എല്ലാ മേഖലയും വളരെയധികം മത്സരാധിഷ്ഠിതമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് എന്ന് തിരിച്ചറിയുന്നുണ്ട്. എല്ലാ രംഗത്തും ഉന്നതമായ വിജയം കരസ്ഥമാക്കിയാൽ മാത്രമാണ് നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റും എന്നതാണ് പ്രത്യേകത. ഈ മത്സരത്തിൻ്റെ പ്രത്യേകതയാണല്ലേ ആ നിലയിൽ കഴിവുള്ളവരായി എല്ലാ പ്രതിസന്ധിയെയും അതിജീവിച്ച് ഉയർന്ന വിജയം കരസ്ഥമാക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ ആശംസിക്കുകയാണ്. മറ്റൊരു കാര്യം, എത്ര സമർത്ഥമായി പഠിച്ച് പരീക്ഷ എഴുതിയാലും നമ്മൾ ആഗ്രഹിക്കുന്ന റിസൾട്ട് അല്ല ചിലപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്ന് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷാ ഏജൻസിയുടെ പരീക്ഷാ നടത്തിപ്പിലൂടെ തന്നെ നമുക്കറിയാൻ കഴിയും. കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം തന്നെ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ളൊരു പ്രോഗ്രാം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പക്ഷേ വാർഡ് തലങ്ങളിലെല്ലാം തന്നെ ചില സന്നദ്ധ സംഘടനകളും രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിലെല്ലാം തന്നെ അവരുടെ വീടുകളിലും പ്രോഗ്രാമിനെ കുറിച്ച് അവരെന്തെങ്കിലും ആഗ്രഹിക്കുക ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് രാജ്യത്ത് നമുക്കറിയാൻ കഴിയും, ഏകദേശം 2014 ശേഷം പരാജയ നരേന്ദ്രമോദി
ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയായ ശേഷമാണ് ഇത്തരത്തിലുള്ള കുട്ടികളെ മാത്രമല്ല ഈ വേദി തന്നെയാണ് ഉദാഹരണം. അവർ തുടർന്ന് നല്ല ഉന്നതിയിലേക്ക് എത്താൻ അവർക്ക് സാധിക്കട്ടെ എന്നും അതേപോലെ തന്നെ ഇവിടെ സൂചിപ്പിച്ച പോലെ അവരുടെ എല്ലാ പ്രലോഭനങ്ങളുണ്ടായാലും അവരുടെ സ്വഭാവശുദ്ധി നിലനിർത്തി നമ്മുടെ സമൂഹത്തിന് മാതൃകാപരമായിട്ടുള്ള നല്ല വിദ്യാർത്ഥികളായി വളർന്ന് നമ്മുടെ സമൂഹത്തിന് ഒരു മാതൃകയാകട്ടെ എന്നും ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ശക്തമായി എല്ലാവരുടെയും പിന്തുണയുണ്ടാവണം. നമ്മുടെ നാടിനെ നശിപ്പിക്കുന്നവരെ നമ്മൾ കൈകാര്യം ചെയ്യണം. ഒരു തലമുറയ്ക്ക് നമ്മൾ വഴികാട്ടിയോണം. നമ്മളെല്ലാവരും നമ്മുടെ നാടിനെ കുറിച്ച് നമുക്ക് ഓർമ്മ വേണം. ഈ നാട് ഇനിയും വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകണം. എല്ലാവരെയും എല്ലാ മികവുകളെയും ചെറിയും ഒറ്റവാക്കി എല്ലാവർക്കും ആശംസകൾ. 30 വർഷത്തെ സേവന പാരമ്പര്യവുമായി നമ്മുടെ സ്വന്തം ജയലക്ഷ്മി പഴയന്നൂരിൽ നമുക്കാവശ്യമുള്ള സ്റ്റീൽ ഫർണിച്ചറുകൾ, വുഡൻ ഫർണിച്ചറുകൾ, ബെഡുകൾ, ഹോം അപ്ലയൻസസ്, സ്പോർട്സ് ഗുഡ്സ്, ബേബി ഐറ്റംസ് മുതലായവ ഏറ്റവും നല്ല ഗുണമേന്മയിൽ ഏറ്റവും പുതിയ വെറൈറ്റി മോഡലുകളോടുകൂടി നമ്മുടെ സ്വന്തം ജയലക്ഷ്മിയിൽ ലഭിക്കുന്നു. ജയലക്ഷ്മി ഫർണിച്ചർ, ഹോം അപ്ലയൻസസ് ആൻഡ് സ്പോർട്സ് ഗുഡ്സ്, മെയിൻ റോഡ്, പഴയന്നൂർ. ഫോൺ 98956533